അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. വിശുദ്ധ ഖുർആൻ നമ്മളിങ്ങനെ ഓതിപ്പോകുമ്പോൾ പിഴവ് സംഭവിക്കാറുള്ള മറ്റൊരു സ്ഥലമാണ് സൂറ ഗാഫിറിലെ 18-ാമത്തെ ആയത്ത്. പലപ്പോഴും അവിടെ പലർക്കും പിഴവ് സംഭവിക്കാറുണ്ട്. ആസിഫത്ത് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള പദം. പിഴവ് സംഭവിക്കുന്ന പദം ആസിഫത്ത് എന്ന് പറയുന്നതാണ്. പലപ്പോഴും അവിടെ ചിലരൊക്കെ ഓതാറുള്ളത് അസിഫത്ത് എന്നാണ്. നമുക്ക് ആയത്തൊന്ന് പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻസിർഹും യൗമൽ ആസിഫah يوم الآزفة إذ القلوب لدى الحناجر كاظمين ما للظالمين من حميم ولا شفيع يطاع. ഈ ആയത്തിലെ ഈ 18-ാമത്തെ ആയത്തിലെ ആസിഫത്ത് എന്ന് പറയുന്ന പദം ചിലരൊക്കെ അവിടെ ഓതാറുള്ളത് ആസിഫത്ത് എന്നാണ്. യഥാർത്ഥത്തിൽ അവിടെ ഓതേണ്ടത് ആസിഫ, യൗമൽ ആസിഫ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ഈ പദം തന്നെ വേറൊരു സ്ഥലത്ത് കൂടെ വന്നിട്ടുണ്ട്. സൂറ അൻ-നജ്മ് 57-ാമത്തെ ആയത്ത്. സൂറത്തുൻ നജ്മിലെ 57-ാമത്തെ ആയത്ത്. ആസിഫത്തിൽ ആസിഫ ആസിഫത്തിൽ ആസിഫ. അപ്പൊ ഈ പദം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഖിറാഅത്തിൽ മാറിപ്പോവാൻ പാടില്ല. സൂറ ഗാഫിർ 18, നജ്മ് 57. അതുപോലെ പിഴവ് സംഭവിക്കുന്ന മറ്റൊരു സ്ഥലമാണ് സൂറത്തു സ്വാഫാത്തിലെ 66-ാമത്തെ ആയത്ത്. ലആകിലൂന എന്നാണ് അവിടെ ഉള്ളത്. ചിലരൊക്കെ അവിടെ ഓതാറുള്ളത് ലആകിലൂന എന്നാണ്. നമുക്ക് ആയത്തൊന്ന് പരിശോധിക്കാം. فإنهم لآكلون منها فمالئون منها البطون فإنهم ലആകിലൂന. ഇവിടെ ആകിലൂന എന്ന് മദ് ചെയ്തിട്ടാണ് ഓതേണ്ടത്. അതുപോലെ പിഴവ് സംഭവിക്കുന്ന സമാനമായ പദം, ഈ പദം തന്നെ ഖുർആനിൽ വന്നിട്ടുണ്ട്. വേറെ സ്ഥലത്തു കൂടെ പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരു ആയത്തും കൂടെ, ഒരു സൂറത്തും കൂടെ നമുക്ക് പരിശോധിക്കാം. നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ വാഖിഅയുടെ 52-ാമത്തെ ആയത്ത്. ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം. സൂറത്തുൽ വാഖിഅ 52-ാമത്തെ ആയത്ത്. ലആകിലൂന, ആകിലൂന എന്നാണ് നമ്മൾ പാരായണം ചെയ്യണത്. വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വന്നിട്ടുണ്ട്. ആഖിറ എന്ന പദം, ആകിലൂന, ആസിഫ, ഇങ്ങനെ ധാരാളം പദങ്ങൾ വന്നിട്ടുണ്ട്. ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ, അഥവാ നീട്ടി ഓതേണ്ട സ്ഥലങ്ങളിൽ ആദ്യം ഒരു ലാം ഉണ്ടാവും, ലാം. അതിനുശേഷം ഹംസ, ആ ഹംസക്ക് ശേഷം അലിഫ്, മദ്ദിയായ അലിഫ്. അപ്പോൾ ഈ ഹംസയെ ശേഷമുള്ള അലിഫ് കൊണ്ട് നീട്ടണം എന്നാണ് അർത്ഥാക്കുന്നത്. നീട്ടണ്ടാത്ത സ്ഥലങ്ങളിൽ ലാമ് ഒരു ഹംസ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ട്രിക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ തെറ്റുകൂടാതെ ഇത്തരം സ്ഥലങ്ങളിൽ ഓതാൻ കഴിയും. ആദ്യം ലാമ്, ശേഷം ഹംസ, ശേഷം അലിഫ്. ഈ ഹംസ ഒരിക്കലും അലിഫിന്റെ മുകളിലല്ല, ആ ചിഹ്നം അലിഫിന്റെ മുകളിലല്ല വരിക, ഹംസക്ക് ശേഷമാണ് അലിഫ് വരിക.